വിദ്യാർത്ഥികൾക്കിടയിൽ MSF വർഗീയത വളർത്തുകയാണെന്ന SFI ആരോപണത്തിന് മറുപടിയുമായി സംസ്ഥാന അധ്യക്ഷൻ PK നവാസ്. ലീഗ് വർഗീയ സംഘടനയാണെന്ന അഭിപ്രായം CPM-നില്ല. സംഘപരിവാറിന്റെ അഭിപ്രായമാണ് SFI നേതാക്കൾ പ്രസംഗിക്കുന്നതെന്നും നവാസ് കുറ്റപ്പെടുത്തി. ഇന്നലെ PM ആർഷോയും SR സഞ്ജീവും ഉൾപ്പെടെയുള്ള SFI നേതാക്കൾ ആരോപിക്കുകയായിരുന്നു ഇത്. ആദ്യം പ്രതികരണങ്ങൾ കേൾക്കാം. MSF കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് SFI പ്രഖ്യാപിക്കുകയാണ്. സ്വത്വബോധമൊന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുള്ളുമുരിക്കുകളെയും ഈ നാട്ടിൽ അക്രമം നടത്തുന്ന SDP-ക്കാരുടെ നിരോധിച്ച CFI-യുടെ ബാക്കിപത്രമാണ് നീ എന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. അങ്ങേയറ്റം വംശീയ വെറി പുറത്തു ചാടുന്നൊരു പരാമർശമാണ് SFI-യുടെ നേതൃത്വവും CPM-ന്റെ നേതൃത്വവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറബിക് കോളേജുകളായി എന്നതിൻ്റെ പേരിൽ അവിടെ തട്ടിൻപുറത്തുള്ള ഏതൊക്കെയോ കോളേജുകളാണെന്നും അവിടുന്ന് അത് എഴുതി വാങ്ങുകയാണെന്നും അത് MSF എഴുതി വാങ്ങുന്നത് വർഗീയതയാണ് എന്നും പറയുന്നത് SFI-യുടെ നേതാക്കന്മാരുടെ അകത്തുള്ള വംശീയ വെറിയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ LBS ഉൾപ്പെടെ 6 ഗവൺമെൻറ് കോളേജുകളാണുള്ളത്. അതിൽ 3 ഗവൺമെൻറ് കോളേജും ഭരിക്കുന്നത് MSF മുന്നണിയോ ആണ്. ഞങ്ങൾ അറബിക് കോളേജുകളിൽ നല്ല സഖാവേ വരുന്നത്. അവിടുന്ന് മാത്രമല്ല, ഞങ്ങൾ ഗവൺമെൻറ് കോളേജുകളിൽ നിന്നും വിജയിച്ചിട്ടാണ് ഈ 2 സർവകലാശാലകളിലും വലിയ വിജയം ഉണ്ടാക്കിയത്. SFI-യുടെ സ്റ്റേറ്റ്മെൻറ്റിന് പിന്തുണ പ്രഖ്യാപിച്ചു വന്ന ഏക നേതാവ് CPM-ന്റെ പാർട്ടി സെക്രട്ടറി അല്ല, DYFI-യുടെ നേതാക്കന്മാരല്ല, CPM-ന്റെ നേതാക്കന്മാരല്ല, ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരാണ്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഇപ്പോൾ MSF SFI പല കോളേജുകളിലും തിരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ SFIയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ലീഗ് വർഗീയ പാർട്ടിയാണ്, MSF-ആണ് ഏറ്റവും വർഗീയത വളർത്തുന്ന പാർട്ടി എന്ന രൂപത്തിലുള്ള SFI-യുടെ ആരോപണം. എന്താണ് അതിനൊരു കാരണമായി അവർ പറയുന്നത്? സ്മൃതി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും MSF ഉണ്ടാക്കിയ അല്ലെങ്കിൽ MSF KSU സഖ്യം ഉണ്ടാക്കിയ മുന്നേറ്റമാണ് SFIയെ ഇത്തരത്തിൽ വിമർശനത്തിന് കാരണമായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം PM ആർഷോയും SR സഞ്ജീവും ഉൾപ്പെടെയുള്ള SFI നേതാക്കന്മാർ MSF-നെതിരെയും MSF-ന്റെ സംസ്ഥാന അധ്യക്ഷൻ PK നവാസിനെതിരെയും വ്യക്തിപരമായും സംഘടനാപരമായും ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് വർഗീയതയാണ്. MSF ഒരു വർഗീയ പ്രസ്ഥാനമാണ് എന്നും വിശുദ്ധ ഖുർആൻ തൊട്ട് ആണയിടിച്ചാണ് MSF വിദ്യാർത്ഥികളെ ഈ സംഘടനാ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നും ഞങ്ങളുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാണ് MSF വിദ്യാർത്ഥികളെ മതം പറഞ്ഞ് ആളുകളെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ നയിക്കുന്നു എന്നുള്ളതായിരുന്നു MSF-നെതിരെ PM ആർഷോയും SR സഞ്ജീവും ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്. സാധാരണ CPM ഇത്തരത്തിലുള്ള വർഗീയ ആരോപണം ഉന്നയിക്കാറുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനകളെ കൂട്ടുപിടിച്ച് ആണെങ്കിൽ ഇത്തവണ MSF-നെതിരെ ഡയറക്റ്റായി ഇത്തരത്തിലൊരു വർഗീയ ആക്ഷേപം ഉന്നയിക്കുന്നു. ഈ ആക്ഷേപം CPM-നില്ല എന്നുള്ളതാണ്. CPM ഒരിക്കലും ലീഗ് ഒരു വർഗീയ സംഘടനയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതിന് മറുപടിയുമായിട്ടാണ് ഇന്ന് PK നവാസ് വന്നിട്ടുള്ളത്. PK നവാസ് പറയുന്നത് ഈ SR സഞ്ജീവിൻ്റെയും PM ആർഷോയുടെയും ഒക്കെ അഭിപ്രായം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അഭിപ്രായമാണ്. CPM പോലും ഈ അഭിപ്രായത്തെ അനുകൂലിക്കുന്നില്ല. ഇന്നലെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ KP ശശികലയാണ് SR സഞ്ജീവിൻ്റെ അഭിപ്രായത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹിന്ദുത്വ ഇടത് അജണ്ടയാണ്, അല്ലെങ്കിൽ ഇടത് ഹിന്ദുത്വ അജണ്ടയാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് PK നവാസ് മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയും CPM-നെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. CPM-നകത്ത് ഇത്തരമൊരു ഹിന്ദുത്വ അജണ്ട രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആരോപണമാണ്. സമാനമായ ആരോപണം PK നവാസ് ഉന്നയിക്കുന്നു. ഇപ്പോൾ SR സഞ്ജീവും PM ആർഷോയും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് ഹിന്ദുത്വ ഇടത് അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. രഞ്ജിത്ത്, ഇതിൽ MSF SFI സംഘർഷം ഏറ്റുമുട്ടൽ അതിൽ നടത്തുന്ന ഈ പ്രതികരണങ്ങൾ ഇതിൽ CPM എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണല്ലോ. CPM നിലപാട് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും CPM നിലപാട് എന്ത് എന്നുള്ളതാണ് ഇന്ന് PK നവാസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ MSF ലീഗിനെ കുറിച്ച് ഒരിക്കലും CPM ഒരു വർഗീയ സംഘടന എന്ന് പറഞ്ഞിട്ടില്ല. ലീഗിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുകയറ്റമുണ്ട് എന്നും ജമാഅത്തെ ഇസ്ലാമിയെയാണ് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതായത് ഇസ്ലാമിക വർഗീയതയോ അല്ലെങ്കിൽ മുസ്ലിം വർഗീയതയോ ഒക്കെ പറയുന്ന ഘട്ടത്തിൽ CPM എപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ ചാരിയാണ് ഈ UDF-നെ കുറ്റപ്പെടുത്താറുള്ളത്. ഇത്തവണ
അത് SFIയുടെ ആരോപണമായി വരുമ്പോൾ അത് MSFനെ ഡയറക്റ്റ് ആക്രമിക്കുകയാണ്. അങ്ങനെ ഒരു അഭിപ്രായം CPMനുണ്ടോ എന്നുള്ള ചോദ്യം PK നവാസ് ഉന്നയിക്കുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ടത് CPM ആണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ലീഗ് ഒരു വർഗീയ പ്രസ്ഥാനമായി മാറിയെന്നും ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF അവർ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നു എന്ന അഭിപ്രായം CPMനുണ്ടോ എന്നത് പ്രത്യേകമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി CPM നൽകണം. ഇതുവരെ അത്തരത്തിലൊരു മറുപടി CPM നൽകിയിട്ടില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ഈ ചോദ്യം ഇനി സംഘപരിവാറിൽ നിന്ന് വരുന്ന തരത്തിലുള്ള പ്രതികരണം SFIയിൽ നിന്ന് വന്നു എന്നുള്ളതാണ് MSFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.